നമുക്ക് ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചാൽ ചിലർ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആകാനുള്ള ആംബിയൻസ് ഉള്ളവരാണെന്ന് കാണാം. അവരുടെ അറിവിലും പെരുമാറ്റത്തിലും ബോഡി ലാംഗ്വേജിലും വിജയികളാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. ഈ തോന്നിപ്പിക്കലിൽ സമൂഹത്തിന് മുന്നിൽ ഒരു അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കും. എന്നാൽ ഈ ഒരു താരപരിവേഷത്തിനപ്പുറം അവരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ സമൂഹത്തിൻ്റെയോ പ്രതീക്ഷകൾക്കൊത്തുയരാൻ ഇവർക്ക് കഴിയാറില്ല. തലവര, നിർഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കും. ഒന്നാമതായി ആളുകൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി സോഷ്യൽ മീഡിയയിലും മറ്റും അതിനുള്ള വഴികൾ തിരയുകയും ചെയ്യും. ഈ തിരച്ചിൽ ഒരു കഠിനാധ്വാനമായി ബ്രെയിൻ തെറ്റിദ്ധരിക്കും. ഇത് ആക്ഷൻ ഫേക്കിംഗ് ആണ്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റെപ്പ് പോലും അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമതായി മനസ്സിൽ വലിയ ലക്ഷ്യങ്ങളായതുകൊണ്ട് തന്നെ പരാജയപ്പെടുമെന്ന ഭീതി കാരണം ജോലി തുടങ്ങാൻ മടിക്കുകയും കംഫർട്ട് സോണിൽ കാലം കഴിച്ചു കൂട്ടുകയും ചെയ്യും. അവിടെ വിനയാകുന്നത് എനിക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ അത് സമൂഹത്തിൻ്റെ മുന്നിൽ നിലവിലുള്ള ഇമേജിന് ഭംഗം വരുത്തുമോ എന്ന ഭയമാണ്. 3, സോഷ്യൽ മീഡിയയിലെ വിജയഗാഥകൾ കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം യഥാർത്ഥ ജീവിതത്തിൽ വിജയം നേടിയ പ്രതീതി തലച്ചോറിലുണ്ടാക്കുന്നു. അതിനാൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിൽ നിന്നും പുറത്തു കടക്കാനാകും. അതായത് സമൂഹത്തിന് മുന്നിലുള്ള ഇമേജിന് അമിത പ്രാധാന്യം നൽകാതെ സ്വന്തം പാഷന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക. വിജയവും അംഗീകാരവും പിറകെ വന്നോളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെട്ടെന്നുള്ള വിജയങ്ങൾ അത് യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിയുകയും യഥാർത്ഥ ലോകത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുക. വലിയ ലക്ഷ്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഭയക്കുന്നതിന് പകരം അതിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങുക. അതിൻ്റെ വിജയം മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമേകും. പുതിയ അറിവുകൾ നേടാനും മാറുന്ന ലോകത്തിനനുസരിച്ച് സ്വയം അപ്ഗ്രേഡ് ചെയ്യാനും തയ്യാറാവുക.